റെയിൽപാളത്തിൽ ടെലിഫോൺ പൈപ്പ് വെച്ച പ്രതികൾ പിടിയിലായി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കുണ്ട്ര സ്വദേശികളായ രാജേഷ്, അരുൺ എന്നിവരാണ് പിടിയിലായത്. വിവരങ്ങൾ നൽകാനായി കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണന, CCTV ദൃശ്യങ്ങളുണ്ടായത് 2 പേരാണ്. ആ 2 പേർ തന്നെയാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? എങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് പോലീസ് എത്തിയത്? ആ CCTV ദൃശ്യങ്ങളാണ് പ്രതികളിലേക്ക് എത്താൻ വേണ്ടി പോലീസിനെ സഹായകരമായത്. ഈ 2 പേരാണ് പ്രതികൾ എന്നുള്ള കാര്യത്തിൽ പോലീസ് നേരത്തെ ഉച്ചയോട് 3 മണിയോടുകൂടി ഉറപ്പിച്ചിരുന്നു. ഇവർക്ക് നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ്. രാജേഷ്, അരുൺ ഇരുവരും കുണ്ട്രയിൽ നേരത്തെ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അടിപിടി കേസിൽപ്പെട്ട ആൾക്കാരാണ്. കുണ്ട്രയിൽ ഒരു SI അംബരീഷ് എന്ന SIയെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. ആ വ്യക്തികളെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ കേസിൽ നിർണായകമായിട്ടുള്ള അറസ്റ്റ്, വലിയ രീതിയിലുള്ള ഗൂഢാലോചന അടക്കമുള്ള അല്ലെങ്കിൽ ഈ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം അടക്കമുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ചോദിച്ചു വരുന്നതേ ഉള്ളൂ. കാര്യം ഈ പ്രതികളെ ഇപ്പോൾ കുണ്ട്ര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടേ ഉള്ളൂ. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇനി ഉണ്ടാവുകയുള്ളൂ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തും. ഒപ്പം തന്നെ മധുരയിൽ നിന്ന് റെയിൽവേയുടെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തേക്ക് എത്തും. അങ്ങനെയുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഉണ്ടാവുക. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് സംബന്ധിച്ചൊരു വ്യക്തമായ വിവരം ഇതുവരെ പോലീസിന് ലഭ്യമായിട്ടില്ല. ഈ സംഭവം ഈ പ്രതികൾ ഇവരാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ ടെലിഫോൺ രേഖകളുടെ അല്ലെങ്കിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ഇവർ ഏത് ടവർ ലൊക്കേഷനാണ് ഉള്ളതെന്നുള്ള വിവരം കണ്ടെത്തി. കാര്യം ഇവരുടെ മൊബൈൽ ഫോൺ നമ്പർ അടക്കം പോലീസിന് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ സംഭവ സമയത്ത് ഈ കുണ്ട്രയിൽ ഈ റെയിൽപാളത്തിൽ ഈ ടെലിഫോൺ പൈപ്പ് വെച്ച സമയത്ത് ആ ടവർ ലൊക്കേഷന് കീഴിലുണ്ടായിരുന്നുവെന്ന് വ്യക്തമായി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികളെ കൂടിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്? ട്രെയിൻ അട്ടിമറിക്കാൻ വേണ്ടിയാണോ ഈ ഒരു ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത്? അല്ലെങ്കിൽ ഈ മോഷണത്തിന്റെ ഭാഗമായി ഈ പൈപ്പ് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണോ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പോലീസിനുണ്ട്. അക്കാര്യത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള രണ്ട് തവണ ഈ റെയിൽവേ ട്രാക്കിൽ പൈപ്പ് വെച്ചു എന്നതാണല്ലോ കണ്ണൻ നേരത്തെ റിപ്പോർട്ട് ചെയ്ത്. ഈ 2 തവണയും വെച്ചത് ഇവർ തന്നെയാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരികയാണോ? മാത്രമല്ല ഈ പൈപ്പ് അങ്ങനെ എളുപ്പത്തിൽ എടുത്തുകൊണ്ടുവന്ന് വയ്ക്കാൻ കഴിയില്ല, വലിയ ഭാരമുള്ളതാണ് എന്ന് അവിടുത്തെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ആദ്യം നീക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ലായിരുന്നു. പിന്നീട് കൂടുതൽ പേര് എത്തിയാണ് അത് നീക്കം ചെയ്തത് പാളത്തിൽ നിന്ന് എന്ന വിവരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 2 പേര് മാത്രമായിരിക്കും എന്ന് കരുതേണ്ടതുണ്ടോ? ആ CCTV ദൃശ്യങ്ങളിൽ 2 പേർ മാത്രമാണുള്ളത്. ആ 2 പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയരാക്കും. ആ സമയത്ത് മാത്രമായിരിക്കും ആരൊക്കെ ഇവർക്ക് സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ സാധിക്കുക. ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, വലിയ ആശങ്കയുണ്ടാക്കിയതാണ് ഒരു കുണ്ട്ര പോലെയുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആശങ്ക. വലിയ തരത്തിൽ ഇന്റലിജൻസും മറ്റ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും കേന്ദ്ര ഏജൻസികളടക്കം ഈ വിഷയത്തെക്കുറിച്ച് വിവരങ്ങൾ പോലീസിനോട് ചോദിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ 2 പേരുടെ അറസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. ഇനി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. കൂടുതൽ ആൾക്കാർ ഉണ്ടോ എന്നത് സംബന്ധിച്ചൊരു സംശയം പോലീസിനുണ്ട്. 2 കാര്യങ്ങളാണ് പോലീസിന് ഇക്കാര്യത്തിൽ തുടക്കം മുതൽ സംശയമായി ഉണ്ടായിരുന്നത്. കാര്യം ഈ പൈപ്പിന്റെ ആ ഒരു കാസ്റ്റ് അയണിന് വലിയ രീതിയിലുള്ള വിലയുണ്ട്. അത് മുറിച്ചു മാറ്റാൻ വേണ്ടി ഈ ട്രെയിനിന്റെ അടിയിലേക്ക് വെച്ചതാണ് എന്നുള്ളൊരു സംശയം പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ ഒരു തവണ മാത്രമേ അവിടെ ആ പൈപ്പ് വെക്കേണ്ടതുള്ളൂ. പക്ഷേ രണ്ടാമത് വീണ്ടും ഈ മുറിഞ്ഞു പോയ പൈപ്പിന്റെ ഒരു ഭാഗം കൂടി കൊണ്ടുവച്ചിരുന്നു. അങ്ങനെയാണ് ഇതിലൊരു അട്ടിമറി ഉണ്ട് എന്നുള്ളൊരു സംശയത്തിലേക്ക് പോലീസ് നീങ്ങിയത്, അന്വേഷണ സംഘങ്ങൾ നീങ്ങിയത്. ഇനി ഇവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്ത് തന്നെയായാലും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടികൂടാൻ കേരള പോലീസും സാധിച്ചിരിക്കുന്നു. RPF-ഉം അതുപോലെ തന്നെ റെയിൽവേ പോലീസും മധുരൈ റെയിൽവേ സെക്ഷനിലെ ക്രൈംബ്രാഞ്ച് അടക്കമുള്ള വിഭാഗങ്ങൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായിട്ടുള്ളത്. ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്തെ ടവർ ലൊക്കേഷൻ പരിധിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഈ പുറത്തുനിന്ന് ആരൊക്കെയാണ് വന്നതെന്ന് സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെയാണ് ഈ 2 പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. അങ്ങനെ ഇപ്പോൾ ഈ 2 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 5 മിനിറ്റ് മുമ്പാണ് ഈ പ്രതികളെ 2 പേരെയും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഇനി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. ആ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇവർ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തത് എന്നുള്ള അന്തിമ തീരുമാനത്തിലേക്ക് പോലീസിന് എത്താൻ സാധിക്കുകയുള്ളൂ. കണ്ണൻ, നേരത്തെ ഈ പ്രതികളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ. അത് കൂടുതൽ ഇതിൽ മറ്റുള്ളവരുടെ പങ്കുകൂടി ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തെ ബലപ്പെടുത്തുകയാണ്. കാരണം മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ, മറ്റാരുടെയെങ്കിലും പങ്കുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിന് പിന്നിൽ എന്നുള്ള സംശയം എന്തായാലും ബലപ്പെടുകയാണ്. ഈ പ്രതികളെ കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്?
SI അംബരീഷ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഈ കേസിൽ പിടിയിലായിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാൾ അത്രത്തോളം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആണ് എന്ന്. വിവിധ തരത്തിലുള്ള നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാകും, അടിപിടി കേസുകൾ പ്രതിയാകും ചെയ്തിട്ടുള്ളവരാണ് ഈ രണ്ടുപേരും. അവർക്ക് ആ രണ്ടുപേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവർക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഈ രണ്ടുപേർ ചേർന്ന് മാത്രമാണോ ഈ ടെലിഫോൺ പൈപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഈ കാര്യങ്ങളിലേക്കാണ് വിശദമായിട്ടുള്ള അന്വേഷണം വേണ്ടി വരുന്നത്. ഈ കാര്യം അവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസിന്റെ കൈവശം അവരെ ലഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇനി അടിയന്തരമായി അവരെ കൊണ്ടുപോയി വൈദ്യപരിശോധനയാണ് വിധേയരാക്കേണ്ടത്. അതിനുശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ. ഇന്ന് രാത്രിയായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാവുക. മറ്റുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ചൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. കാര്യം ഇവർ സൈബർ സെല്ല് കൃത്യമായി ഈ ടവർ ലൊക്കേഷനുള്ള ആൾക്കാരെ കുറിച്ചൊരു അന്വേഷണം നടത്തിയിരുന്നു. ആ സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ നമ്പറാണ് ലഭിച്ചത്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവരാകാം പ്രതികൾ എന്നുള്ളൊരു സംശയത്തിലേക്ക് പോലീസ് നീങ്ങുകയും അവരെ പിടികൂടുകയുമായിരുന്നു. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ സുപ്രധാനമായൊരു വാർത്തയാണ് കണ്ണൻ കൊല്ലത്ത് നിന്ന് നൽകുന്നത്. റെയിൽ പാളത്തിൽ ടെലിഫോൺ പൈപ്പ് വെച്ച പ്രതികൾ പിടിയിലായിരിക്കുന്നു. രണ്ടുപേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. രാവിലെ തന്നെ മാതൃഭൂമി ന്യൂസ് CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടതാണ്. രണ്ടുപേർ നടന്ന് നീങ്ങുന്നത് ഉൾപ്പെടെ പോസ്റ്റ് മറച്ചിടുന്നത് ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അവരിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് നേരത്തെ തന്നെ കണ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇരുവരെയും കസ്റ്റഡിയെടുത്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൊണ്ട്ര സ്വദേശികളായ രാജേഷ്, അരുൺ എന്നിവരാണ് പിടിയിലായത്. പലവിധ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ടായിരുന്നു. ട്രെയിൻ അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമമാണോ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. കണ്ണൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കണ്ണൻ, ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയെന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള യാതൊരു വിവരങ്ങളും ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നില്ല. കാര്യം ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാര്യം സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായിട്ടുള്ളത്. ഇവർ കുറ്റസമ്മതം അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. കാര്യം ഇവരെ ആദ്യം കൊണ്ടുപോയി വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കും. അതിനുശേഷമായിരിക്കും ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുക. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം തന്നെയാണ് പ്രതികൾ ഇവരാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. കാര്യം നേരത്തെ SI അടക്കം ആക്രമിച്ച കേസിലെ പ്രതികളാണ്. ഇവരുടെ ചിത്രങ്ങൾ പരിശോധിച്ച സമയത്ത് ഇവർ പ്രതികളാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ശ്രീ കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുണ്ട്രയിൽ ട്രെയിൻ റെയിൽവേ പാളത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് വെച്ച് അപകടമുണ്ടാക്കാൻ ശ്രമിച്ച രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. രണ്ടുപേർ മാത്രമാണോ ഉണ്ടായിരുന്നത്? കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു? ഇവരെ ആരെങ്കിലും നിയോഗിച്ചതാണോ? അതോ ഇവരുടെ ക്രിമിനൽ സ്വഭാവം കൊണ്ട് മദ്യലഹരിയിലോ മറ്റോ ചെയ്താണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. രാവിലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നതാണ്. അതിന് പിന്നാലെ ഈ ദൃശ്യങ്ങൾ കണ്ടവർ തന്നെയാണ് കുറ്റവാളികൾ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. രണ്ടുപേരും കുണ്ട്ര സ്വദേശികളാണ് എന്ന വിവരമാണ്. രാജേഷ്, അരുൺ എന്നീ രണ്ടുപേരെയാണ് പിടികൂടിയത് എന്നതാണ് ഇപ്പോൾ കണ്ണൻ നൽകുന്ന വിവരം. പാലരുവി എക്സ്പ്രസ് കടന്നു പോകുന്നതിന് മുൻപാണ് പാളത്തിൽ കുറുകെ ഇത്തരത്തിൽ രണ്ടിടത്തായി പൈപ്പ് ലൈൻ പ്രതികൾ വെച്ചത്. രണ്ടിടത്ത് വെച്ചത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു സംശയം ബലപ്പെട്ടതും. അതും വളരെ ഭാരമുള്ള പൈപ്പുകളായിരുന്നു രണ്ടും, വളരെ ഭാരമുള്ള ഇലക്ട്രിക് പോസ്റ്റുകളായിരുന്നു രണ്ടും. അത് രണ്ടുമാണ് അവിടേക്ക് കൊണ്ടുവന്ന് വെച്ചത്. ടെലിഫോൺ പോസ്റ്റുകൾ രണ്ടും കൊണ്ടുവന്ന് വെക്കുകയായിരുന്നു. ഈ രണ്ടു പേർക്ക് മാത്രം ഒറ്റയ്ക്ക് ഇത്രയും ഭാരമുള്ള ഒരു വസ്തു എടുത്തു പൊക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ കിടക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും അധികം മറ്റുള്ളവരുടെ പങ്കുകൂടി ഉണ്ടോ എന്നുള്ളൊരു സംശയം ബലപ്പെടുത്തുന്നത്. എന്തായാലും പ്രതികൾ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. രാജേഷ്, അരുൺ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. അല്പസമയം മുൻപാണ് പിടിയിലായത്. പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നറിയാമെങ്കിലും ചോദിക്കുകയാണ് കണ്ണൻ, ഇപ്പോൾ അവരെ ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടില്ല. അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അതിനുശേഷം ഇവർക്ക് നടപ്പാക്കേണ്ട ചില പോലീസിന്റെ നടപടിക്രമങ്ങളുണ്ട്. അവരെ ആശുപത്രിയിൽ ഹാജരാക്കി വൈദ്യപരിശോധന അടക്കം വിധേയരാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അവരെ ചോദ്യം ചെയ്യലിലേക്ക് കൊണ്ടുപോവുക. ഇത് ഇപ്പോൾ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യണം. കാര്യം ഇവരെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടുകയാണ്. കാര്യം ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത് രണ്ടുപേരും ഇവരാണെന്ന് വ്യക്തമാകുന്നു. ഒപ്പം തന്നെ ഇവരുടെ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി നടത്തിയ ഒരു അന്വേഷണം, ആ രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇവരെ പിടികൂടി ചോദ്യം ചെയ്യുന്നത്. കാര്യം ഇതിനകത്ത് എന്താണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണ്? ഇങ്ങനെ ഒരു പൈപ്പ് അവിടെ കൊണ്ടുവെക്കാനുള്ള ലക്ഷ്യം എന്താണ്? നേരത്തെ പോലീസിന് മുന്നിലുണ്ടായിരുന്ന ഒരു സംശയം ഈ ടെലിഫോൺ പോസ്റ്റ് മോഷ്ടിക്കുന്നു, അതിനുശേഷം അത് രണ്ടായും മൂന്നായും മുറിച്ചു മാറ്റാൻ വേണ്ടി ഈ പാളത്തിന്റെ നടുക്ക് കൊണ്ടുവച്ചതാണ് എന്നുള്ള
സംശയമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പക്ഷേ അതൊരു അട്ടിമറിയാണ് എന്നുള്ള സംശയത്തിലേക്ക് പോകാൻ കാരണം ഈ പോസ്റ്റ് എഴുകോൾ പോലീസ് വന്ന് എടുത്തു മാറ്റി അതിനുശേഷം പിന്നീട് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീണ്ടും മറ്റൊരു ഭാഗത്ത് ഒരു പൈപ്പിന്റെ ഒരു ഭാഗം ഇരിക്കുന്നത് കണ്ടു. അത് അവർ നേരത്തെ വെച്ചതാണോ അല്ലെങ്കിൽ അതിനുശേഷം കൊണ്ടുവച്ചാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും. മാത്രമല്ല ഇവർക്ക് ആരുടെയെങ്കിലും മറ്റ് പിന്തുണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസ് പരിശോധന തുടരുകയാണ്. ശരി, എന്തായാലും റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് കൊണ്ടുവച്ച 2 പ്രതികളും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. കുണ്ടറ സ്വദേശികളായ 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. എന്നാലും പ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമാണ് മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതും ഇവർക്ക് ഇതാരെങ്കിലും നിർദ്ദേശപ്രകാരം ചെയ്തതാണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരികയുള്ളൂ. ട്രാക്കിൽ 2 ഇടങ്ങളിലാണ് ഇവർ ഇത്തരത്തിൽ പോസ്റ്റ് കൊണ്ടുവച്ചത്. പോലീസ് ഒരു തവണ അന്വേഷണം നടത്തിപ്പോയി. അതിനുശേഷമാണ് മറ്റൊരു സ്ഥലത്തുകൂടി ഈ പോസ്റ്റ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ അട്ടിമറി ശ്രമമുണ്ട് എന്നുള്ള ഒരു സംശയം ബലപ്പെടുകയായിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന 2 പേരാണ് പിടിയിലായത് എന്താണ് കണ്ണൻ നൽകുന്ന വിവരം. പെരുമ്പുഴ സ്വദേശി അരുൺ, കുണ്ടറ സ്വദേശി രാജേഷ് എന്നിവരാണ് കസ്റ്റഡിയിലായത്. പോലീസ് ഇരുവരെയും അല്പസമയത്തിനകം വിശദമായി ചോദ്യം ചെയ്യും എന്ന വിവരവുമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. കസ്റ്റഡിയിലെത്തിയിട്ട് അധിക നേരമായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകും. അത്രത്തോളം ഗൗരവതരമായ ഒരു സംഭവമാണ് കുണ്ടറയിൽ ഉണ്ടായത്.